ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീര് വീഴുന്നിടത്ത് ആ കണ്ണുനീരിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് മുന്നോട്ട് നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഇല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷാദം പൂണ്ട് നമ്മൾ ഇരുന്ന് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് ചെന്നെത്തത്തേ ഉള്ളൂ. എല്ലാവർക്കും സങ്കടമുണ്ടെന്ന്, എല്ലാവർക്കും വിഷമമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് അത്ര സുലഭമായിട്ടുള്ള കാര്യമല്ല. ജീവിതം എന്ന് പറയുന്ന ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും വിഷമത്തിൻ്റെയൊക്കെ നടുവിലൂടെ സഞ്ചരിച്ചെങ്കിൽ നമുക്ക് ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ ആണെങ്കിൽ ജീവിതം ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കത്തില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്നാൽ കൂടി നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മളുടേത് മാത്രമായിരിക്കണം. നമ്മുടെ സങ്കടവും നമ്മുടെ വേദനയും വേറൊരു വ്യക്തിയോട് നമ്മൾ അധികം ഷെയർ ചെയ്യാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷമായാലും നമ്മുടെ സങ്കടമായാലും നമ്മുടെ നേട്ടമായാലും അത് കണ്ടിട്ട് നമ്മളെ അഭിനന്ദിക്കുന്നവരുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് ഒരുമാതിരി വിദ്വേഷം തോന്നിയിട്ട് പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ അഭിനന്ദിക്കുന്നവരുണ്ടാവും. നമ്മളെ എങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പലതരത്തിലുള്ള 10 ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ 10 ആൾക്കാർ പല രീതിയിലായിരിക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. 100-ൽ 90% ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. 100-ൽ 90% ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുമ്പം അതിനെക്കുറിച്ചിട്ട് ഒന്നുകിൽ അവർ ചിന്തിക്കും ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവാൻ എങ്ങനെ കാരണം, അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്ര. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 പേര് പല തരത്തിലായിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്. അവർ പറയുന്നതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങും എത്തത്തില്ല. അവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നമുക്കൊരു മാറ്റം കൊടുക്കണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറയുന്നത് തന്നെ നാളെയും മറ്റന്നാളും എല്ലാം നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്ന് നമ്മളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലേ ഈ പറയുന്നവർക്ക് വേറൊരു വിഷയം കിട്ടത്തുള്ളൂ. അതിനൊരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണം. അതിനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് മുന്നോട്ട് ജീവിച്ച് കാണിക്കണം. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നവർക്ക് പുതിയൊരു ടോപ്പിക് ആവട്ടെ, നമ്മളെക്കുറിച്ച് പറയാനെ കൊണ്ട് അവർക്ക് പുതിയൊരു വിഷയം കിട്ടട്ടെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിലൂടെ നമ്മൾ ജീവിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ വേദനയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളെക്കുറിച്ചിട്ട് നമ്മളാണ് ചിന്തിക്കേണ്ടുന്നത്. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണമെന്ന് ചിന്തിക്കേണ്ടുന്നത് നമ്മളാണ്. നല്ലത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, തെറ്റായത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം വെച്ചാൽ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.